ഇന്ത്യയിലെ ഹോട്ട് സെല്ലിംഗ് വിഭാഗമായ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ മാരുതിയുടെ വിറ്റാര ബ്രസയോടും ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടിനോടും മത്സരിക്കാൻ വേണ്ടി 2017 ടാറ്റ നെക്സോണെ നിരത്തിലിറക്കിയത്. വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന ഈ വേരിയൻറ്റിൻ്റെ BS6 അപ്ഡേഷനോടുകൂടി ഡിസൈൻ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ടാറ്റ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ വണ്ടി നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ സേഫ്റ്റിയുടെ അവയർനെസ് ടാറ്റ ജനങ്ങളിലേക്ക് എത്തിച്ചത് നെക്സോണിലൂടെയാണ്. മുൻ വർഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് മസ്കുലർ ആയിട്ടുള്ള ഈ ബോണറ്റുകളാണ്. സ്കൾപ്റ്റഡ് ലൈൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്രില്ലുകളിലേക്ക് വരാം. വിഷ്ണുവിടെ, ആ ഗ്രില്ലുകളെ പറ്റി എന്താണ് പറയാനുള്ളത്? പിയാനോ ബ്ലാക്ക് ഫിനിഷോടുകൂടി ഗ്രില്ലാണ് ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലത്തെ സൈഡിലൊരു ഷൈനി ആയിട്ടുള്ളൊരു സ്ട്രിപ്പ് നമുക്ക് കാണാം. അതിൻ്റെ നടുവിലായിട്ട് ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്രോമിലാണ് ടാറ്റേൻ്റെ ലോഗോ ഉള്ളത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്രോമിൽ തന്നെ ഒരു ലൈന് കാണാം. പിന്നെ ഇതിൻ്റെ രണ്ടിന് നടുവിൽ ഒരു ഡിസൈൻ എലമെൻ്റ് ഉണ്ട്. ട്രൈ ആരോ ഡിസൈൻസ് ആണ് ടാറ്റയിൽ കൊടുത്തിട്ടുള്ളത്. ടാറ്റയുടെ എല്ലാ വണ്ടിയിലും ഈ ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ക്രോം ലൈൻസിനെ ഹ്യൂമാനിറ്റി ലൈൻസ് എന്നാണ് ടാറ്റ വിളിക്കുന്നത്. അതായത് ഈ ലെഫ്റ്റ് ഹെഡ് ലാമ്പിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഹെഡ് ലാമ്പ് വരെ അത് കണ്ടിന്യൂസ് ആയി പോകുന്നുണ്ട്. ഗ്രില്ലിന് പാരലായിട്ടാണ് ഈ ഹ്യൂമാനിറ്റി ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ആ പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിന് താഴെയുള്ള ക്രോം ഫിനിഷും നല്ലൊരു എടുപ്പ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ള ഈ ഹെഡ് ലാംപ്സ് ഡ്യുവൽ ബാരലായിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഇതിനകത്തുള്ളത്. ലോ ബീമിൽ പ്രൊജക്ടറും ഹൈ ബീമിൽ ഹാലജനും ആണ് ഇതുള്ളത്. രണ്ടും കൂടി നൈറ്റ് വിസിബിലിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ള LED DRLസിൻ്റെ സൈഡിൽ റാപ്പ് അറൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ DRLൻ്റെ സൈഡ്സിലായിട്ട് നെക്സോണിൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. ഈ ബാഡ്ജിങ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോഗ് ലാമ്പിൻ്റെ സ്പേസിൽ സൈഡിൽ XM വേരിയൻറ്റുകൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷോടുകൂടി ആ ഒരു ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലാർജ് ഡാംസും പിന്നെ ആ സ്കിഡ് പ്ലേറ്റ്സും നല്ലൊരു SUV ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സെറാമിക് ഗ്രേ സ്ട്രിപ്സ് ആണ്. വണ്ടിയിൽ ഉടനീളം ഇത് കാണാൻ സാധിക്കും. കാരണം ഇത് 3 സൈഡിലും കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. പിന്നെ താഴെയുള്ള ഈ സൈഡ് ക്ലാഡിങ്ങും അതിന് താഴെയുള്ള ബോഡി ക്ലാഡിങ്ങും നല്ലൊരു റഗ്ഗഡ് ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഓട്ടോ ഫോൾഡിംഗ് സൈഡ് മിറേഴ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് XM വേരിയൻറ്റിലുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ABC പില്ലറുകൾ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് ഫിനിഷ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷണൽ അല്ലെങ്കിലും ഈ റൂഫ് റെയിലുകൾ വണ്ടിക്ക് ഒരു മാസീവ് ലുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടും പിന്നിലുള്ള ഈ ഡിസൈൻ എലമെന്റ് കഴിഞ്ഞ നെക്സോണിൽ നിന്നും ക്യാരി ഓവർ ചെയ്തതാണ്. ഇത് സെറാമിക് സ്ട്രിപ്പാണ്. വൈറ്റ് വേരിയൻറ്റ് വണ്ടികളിലാണ് ഇത് ബ്ലാക്ക്. ബാക്കി എല്ലാ വേരിയൻറ്റിലും ഇത് വൈറ്റ് സ്ട്രിപ്പായിട്ടാണ് കാണാം. ഇനി മേലെയായിട്ട് ചെറിയൊരു സ്പോയിലറും അതിൽ ഇൻബിൽഡ് ആയ ഒരു റിയർ LED ലൈറ്റ്സും നമുക്ക് കാണാം. പിന്നെ ഈ റിയർ ലൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ മോഡലിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ LED സ്ട്രിപ്സ് ആണ്. ഫ്രണ്ടിലെ ആ DRLൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ആ LED സ്ട്രിപ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ബാക്ക് ലാമ്പും ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ സെയിം യൂണിറ്റ് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ സെറാമിക് ഗ്രേ സ്ട്രിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ടാറ്റയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ നെക്സോൺ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഉണ്ട്. സ്കൂപ്പ് ഔട്ട് ആയിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ് ആണ്. എയർവെൻറ്റുകളെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 റിവേഴ്സ് സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രയർ ഡിസൈനും കാണാം. താഴെയായിട്ട് എക്സോസ്റ്റിൻ്റെ സെറ്റപ്പും ഒന്ന് പ്രൊട്രൂഡ് ചെയ്തിട്ട് കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് നെക്സോണിലുള്ളത്. 350 ലിറ്ററാണ് ഈ ബൂട്ടിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ 4 മീറ്ററിൽ താഴെയുള്ള SUVകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ബൂട്ട് ലാമ്പും XM വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെയർ വീൽസ് നമുക്ക് നോക്കാം. സ്റ്റീൽ വീലോടെയുള്ള 195/60R16 ടയറാണ് സ്പെയറായി കൊടുത്തിട്ടുള്ളത്. XM വേരിയൻറ്റിൽ ഇതേ ടയർ സൈസാണ് ബാക്കി നോർമൽ ടയർസിനൊക്കെ വരുന്നത്. അതുപോലെ ഡോർ ക്ലോസ് ചെയ്യാൻ ഒരു ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറുകളിലേക്ക് വരാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈഡായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ്. കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ് ഈ ഡോറിൽ നിന്നും. ഗൺമെറ്റൽ ഫിനിഷോടെയുള്ള ആംറസ്റ്റ് ശരിക്കും എടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്പീക്കർ ഗ്രിൽസിൻ്റെ ആ ഒരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ അംബ്രല ഹോൾഡേഴ്സിനുള്ളൊരു പ്രൊവിഷനും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സിനുള്ളൊരു പ്രൊവിഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പവർ വിൻഡോസിൻ്റെ സ്വിച്ചും വിൻഡോ ലോക്കും ആംറസ്റ്റിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണുള്ളത്. അതിൽ ഡ്രൈവർ സൈഡിൽ ഓട്ടോ ഡൗൺ പവർ വിൻഡോസ് ആണ്. റിയർ വ്യൂ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് നെക്സോൺ XMൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരാം. ഇൻറ്റീരിയേഴ്സ് നമുക്ക് സ്റ്റിയറിംഗ് വീൽ വെച്ച് ഈ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാം. നെക്സോണിൽ പുതിയ സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ കൊടുത്തിട്ടുള്ളത്. 3 സ്പോക്കും 3 ടോണും ആയിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് കാണാം ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ഓർഡിനറി ബ്ലാക്ക്, ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ട് നല്ലൊരു പ്രീമിയം ഫീലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ടാറ്റേൻ്റെ ലോഗോ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്കൾപ്റ്റഡ് ആയിട്ടുള്ള വീൽസാണ്. നമ്മൾ ഹോൾഡ് ചെയ്യാനും നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട്.
പിന്നെ ഫ്ലാറ്റ് ബോട്ടാണ് ഈ സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അപ്പ് മാർക്കറ്റ് ഫീല് കൊടുക്കുന്നുണ്ട് പുതിയ സ്റ്റിയറിംഗ് വീല്. മുന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേര് കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ട്. പക്ഷേ ആ കംപ്ലയിൻസ് ഒക്കെ ടാറ്റ കേട്ടുകൊണ്ട് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീൽ ഇതിൽ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ടാറ്റ. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയ ഹോൺസ് ആണ് ഇതിലുള്ളത്. ഹോൺസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹാൻഡി ആയിട്ടുള്ള ഹോൺസ് ആണ് ഇതിൽ ടാറ്റ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാറ്റ ലോഗോ സ്റ്റിയറിംഗിന്റെ സെന്ററിൽ ക്രോമിൽ കൊടുത്തിട്ടുണ്ട് ടാറ്റ. 3 സ്പോക്ക് ആയിട്ടുള്ള ഈ സ്റ്റിയറിംഗ് വീലിൽ ടാറ്റ XM വേരിയന്റിൽ മീഡിയ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അഡ്ജസ്റ്റബിൾ കൂടിയാണ് ഈ സ്റ്റിയറിംഗ് വീല്. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. താഴോട്ടോ മുകളിലോട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹൈറ്റിലേക്ക് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടും. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കാം. ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ടാറ്റ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു പുതിയ യൂണിറ്റ് ആണ്. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ ഫ്യൂവൽ ആൻഡ് ടെമ്പറേച്ചർ ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലാണ് സ്പീഡോമീറ്ററും ബാക്കി ഫീച്ചേഴ്സും ബാക്കി സംഭവങ്ങളൊക്കെ സെൻട്രലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കാണാം, ഇവിടെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേഷൻസ് ആണ്. ഇത് പാസഞ്ചർ സൈഡ് സീറ്റ് ബെൽറ്റ്, ഇത് ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേഷൻ. പിന്നെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും ഓൺ ആയിട്ട് വെക്കുന്ന ഡിജിറ്റൽ ക്ലോക്കാണുള്ളത്. പിന്നെ ഇത് പവർ, വണ്ടിയുടെ സിറ്റി മോഡ്, പവർ മോഡ്, പിന്നെ ഇക്കോ മോഡ്, ഇങ്ങനെ 3 മോഡുണ്ട് വണ്ടിക്ക്. ഇത് ഏതിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളതെന്നാണ് ഇത് കാണിക്കുന്നത്. താഴെ തന്നെ നമുക്ക് സ്പീഡോമീറ്റർ ഇൻഡിക്കേഷനാണ്. അതാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുള്ളത്, സ്പീഡ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ താഴെ തന്നെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓരോ ടൈമിലും എത്ര ഫ്യൂൽ കൺസപ്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ ട്രിപ്പ് മീറ്റർ, റൈറ്റ് സൈഡിൽ ആവറേജ് ഫ്യൂൽ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. ട്രിപ്പ് വേറെ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ ആവറേജ്, ട്രിപ്പ് ബിൻ്റെതും പിന്നെ അതിൻ്റെ ആവറേജ് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓഡോമീറ്ററും ഡിസ്റ്റൻസ് ടു എംപ്റ്റി മീറ്ററും ഇതേ സംഭവത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഓഡോമീറ്റർ റീഡിങ് 0ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബാക്കി വാർണിംഗ് ഇൻഡിക്കേഷൻസ് ആണ്. ഈ വാർണിംഗ് ഒക്കെ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകും. എല്ലാ ഇൻഡിക്കേഷൻസും പോകണം. ഇപ്പോൾ പോകാത്ത ഇൻഡിക്കേഷൻസ് ഉള്ളത് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷൻ, അത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതാണ് ആ ഇൻഡിക്കേഷൻ പോകാത്തത്. പിന്നെ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ അത് പോയിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവർ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് അതിട്ട് കഴിഞ്ഞാൽ ആ ഇൻഡിക്കേഷൻസ് പോകുന്നതാണ്. പിന്നെ വണ്ടിയുടെ RPM മീറ്ററിൽ റെഡ് ലൈൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. കാരണം ഈ വണ്ടിയുടെ റെഡ് ലൈനിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിജിറ്റൽ ക്ലസ്റ്റർ തന്നെ റെഡിലേക്ക് പോവുകയാണ് ചെയ്യുക. അത് അറൗണ്ട് 5500 അല്ലെങ്കിൽ 6000 RPM ആകുമ്പോൾ ഈ വൈറ്റ് ഇൻഡിക്കേഷൻ മാറി റെഡ് ഇൻഡിക്കേഷനിലേക്ക് പോകും. ഇനി വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ 3 ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡാണുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് റെഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഉള്ളത്. ഇനി ഇത് സോഫ്റ്റ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, എന്നിരുന്നാലും നല്ല ഫിനിഷിങ്ങോടുള്ള കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് സിസ്റ്റം, വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം ഒരു മോണോക്രോം ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഹയർ എൻഡ്സിൽ എക്സെറ്റ് തൊട്ട് ഹയർ എൻഡ്സിൽ ടച്ച് സ്ക്രീന് വരുന്നുണ്ട്. ഇതിലൊരു സാധാരണ മോണോക്രോം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ടാറ്റ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ബോട്ടം പോർഷനിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ അധികം ആ ഫിനിഷിങ് നമുക്ക് കാണാം. മിഡ് പോർഷൻസിൽ നമുക്കൊരു ഗ്രേയിഷ് ആയിട്ടുള്ളൊരു സെറാമിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെറാമിക് കോട്ടിങ്ങിൻ്റെ ആ പോർഷനിൽ തന്നെയാണ് AC വെൻസ് ഉള്ളത്. വെൻസിനും ഒരു ക്രോം ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, ഡയൽസ് ഉണ്ട്. ഡയൽസിനും ക്രോം ടിപ്ഡ് ആയിട്ടുള്ള ഡയൽസാണ്. പിന്നെ താഴെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജിങ്ങിന്, മൊബൈൽ ഹോൾഡിങ്ങിനൊക്കെയുള്ള സ്പേസാണ്. ഒരു USB പോർട്ടും അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ AC-ൻ്റെ ഡയൽസൊക്കെ കാണാം. മാനുവൽ AC ആണ് ഈ വേരിയൻ്റിലുള്ളത്. സെയിം ഫിനിഷിങ്ങിൽ തന്നെയാണ് ഗിയർ നോബും കൊടുത്തിട്ടുള്ളത്. 6 സ്പീഡ് ഗിയർ നോബാണ്. ബാക്കിലൊരു പവർ മോഡ് സെലക്ടർ ഉണ്ട്. അതിൻ്റെ പിന്നിലായിട്ടൊരു കബി സ്പേസ് ഉണ്ട്, ഫോണൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളത്. സൈഡിലായിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ട്. ഇനി ഗ്ലോ ബോക്സിൻ്റെ സ്വിച്ച് വളരെ നീറ്റായൊരു ടെക്നവേ ആണ്. സ്ലോ ഓപ്പണിംഗ് ആണ് ഗ്ലോ ബോക്സ്. അതൊക്കെ ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്നു. പിന്നെ ഗ്ലോ ബോക്സിൽ ആവശ്യമുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ സൈഡിലായിട്ട് ടൈഗറിൻ്റെ ഒരു പിക്ചർ കാണാം. ഇതൊരു ഈസ്റ്റർ എഗ് ആണ്. ടാറ്റ പിന്നിലും ഇതുപോലെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സിൽ മിററൊന്നും ടാറ്റ കൊടുത്തിട്ടില്ല. ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ പാസഞ്ചർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു മിറർ കിട്ടുന്നുണ്ട്. പക്ഷേ മിററിന് അതിനൊരു ലൈറ്റൊന്നും ടാറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനിയുള്ള ലൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ സെൻട്രലി മൗണ്ടഡ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് ടാറ്റ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡറും ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയിലെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് IRVM ഹയർ വേരിയൻറ്റിൽ ഓട്ടോ ഡിമ്മിംഗ് ആണെങ്കിലും ഈ ലോവർ വേരിയൻറ്റുകളിൽ
ടാറ്റ മാനുവൽ ഡിമ്മിങ് പോലും കൊടുത്തിട്ടില്ല. അതൊരു പോരായ്മ തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതൊരു പോരായ്മ തന്നെയാണ്. ഒരു ആവറേജ് ഹ്യൂമൻ്റെ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട് സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലെഗ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 feet ഉണ്ട്. ഹെഡ് റൂം അത്യാവശ്യമുണ്ട്. ബാക്ക് ഡോർസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫിനിഷോട് കൂടിയുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പവർ വിൻഡോ കൺട്രോൾസും അതിൽ തന്നെ വരുന്നുണ്ട്. cc 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് ടാറ്റ ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. റെവട്രോൺ സീരീസ് എന്നാണ് ഈ എഞ്ചിനുകളെ ടാറ്റ വിളിക്കുന്നത്. 5500 RPM 120 bhp 1750 to 4000 RPM റേഞ്ചിൽ 170 Nm ടോർക്കും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ആ 3 സിലിണ്ടർ എഞ്ചിന്റെ ഒരു സൗണ്ടാണ്. ഒരു ഡീസൽ എഞ്ചിൻ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നോയ്സ് ഈ വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല ടോർക്കാണ് കേട്ടോ. ലോ എൻഡിൽ നല്ല ടോർക്ക് ഉണ്ട് വണ്ടിക്ക്. ഒട്ടും നമുക്ക് പെട്രോളിന്റെ പഴയ രീതിയിലുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ടർബോ പെട്രോളിന്റെ സവിശേഷതയാണിത്. ലോ എൻഡിൽ തന്നെ പെട്ടെന്ന് വലിച്ചു കയറി പോവാന്നുള്ളത് ഈ ഒരു ഇപ്പോൾ വരുന്ന എല്ലാ ടർബോ പെട്രോളുകളും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ടാറ്റയും ഈ വണ്ടി ഈ എഞ്ചിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസ് ചെയ്യാം. 2 സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഹോൺ പാഡുകളാണ് ഉള്ളത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം നല്ല ലുക്സ് കൊടുക്കുന്നുണ്ട്. പഴയ സ്റ്റിയറിംഗ് പണ്ടത്തെ നെക്സോണിന്റെ സ്റ്റിയറിംഗ് ഒക്കെ അറിയാം, ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിരുന്നു നെക്സോൺ ഉള്ളത്. ഈ പുതിയ സ്റ്റിയറിംഗ് വീല് നല്ലൊരു ലുക്കിൽ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണുള്ളത്. പിന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ലോ സ്പീഡ്സിൽ സ്റ്റിയറിംഗ് നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് വലിയ എഫേർട്ട് എടുക്കണ്ട ഈ സ്റ്റിയറിംഗ് വീല് തിരിക്കാനൊന്നും. എന്നാൽ ഹൈ സ്പീഡിലേക്ക് വരുവാണെങ്കിൽ ടൈറ്റായി വരുന്നുണ്ട് സ്റ്റിയറിംഗ്. അത്യാവശ്യം റെസ്പോൺസ് ഒക്കെയുള്ള സ്റ്റിയറിംഗ് ആണ്. ആക്യുറസി ഉണ്ട്, നല്ല റെസ്പോൺസും ആക്യുറസി ഒക്കെ ഉള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. ടാറ്റ ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് സ്പോർട്ടി ആയിട്ടല്ല, ഒരു ഫാമിലി ആയിട്ടുള്ള പോകുമ്പോൾ ഒരാൾക്ക് വേണ്ട ആ ഒരു രീതിയിലാണ് ടാറ്റ ഇതിനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സസ്പെൻഷനും. നമ്മൾ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ചെറിയ കുഴികളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വണ്ടിയിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ അറിയില്ല. ഒരു ഫാമിലി നല്ല സ്മൂത്ത് കംഫർട്ട് ആയിട്ടുള്ള ഒരു റൈഡാണ്. സ്റ്റിഫ് അല്ല, നമ്മൾ സ്പോർട്ടി ആയിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതല്ല ഈ വണ്ടിയുടെ ഉദ്ദേശം. ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് ടാറ്റ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടാറ്റയുടെ X1 പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം ഇൻഡിക്കയുടെ പ്ലാറ്റ്ഫോം അതിനെ മോഡിഫൈ ചെയ്ത് അതിന്റെ ഏറ്റവും പീക്കിൽ ആ പെർഫോമൻസ് ഉള്ള പ്ലാറ്റ്ഫോമാണിത്. ആ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിലാണ് കിട്ടുന്നത്. നല്ല കംഫർട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ വളവുകളൊക്കെ എടുക്കുമ്പോഴും ബോഡി റോളൊന്നും അങ്ങനെ അധികം ഉള്ളിലേക്ക് വരുന്നില്ല. ബോഡി റോൾ ഇല്ലെന്ന് വെച്ചാൽ ഒരു ഹാച്ച് ബാക്കിനേക്കാളും ബോഡി റോൾ ഉണ്ട്, പക്ഷെ ഒരു SUV എന്ന നിലയിൽ ബോഡി റോള് കുറവാണ്. സീറ്റ് ബെൽറ്റ് റിമൈൻഡറിന്റെ സൗണ്ടാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് ഈ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ട് കേൾപ്പിച്ചാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇതേ നോയ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈ സംഭവം ഡ്രൈവറും പാസഞ്ചറും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഈ നോയ്സ് വരും. പിന്നെ സ്പീഡ് വാർണിംഗ്, സ്പീഡ് ലിമിറ്റ് 80+ പോവുകയാണെങ്കിൽ ഇതേ നോയ്സ് വരും. ഞാനത് ചെയ്യുന്നില്ല, കാരണം സേഫ്റ്റി ആണല്ലോ നമ്മുടെ ഈ ടീമിന്റെ മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ സേഫ്റ്റി ആണ് പറയുന്നത്. ഈ വളവുകളൊക്കെ എടുക്കുമ്പോഴുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് അത്യാവശ്യം മോശമല്ലാത്ത നല്ല ഡൈനാമിക്സ് ഉള്ള വണ്ടിയാണ്. എന്നാൽ ഇത് എക്കോ സ്പോർട്ട് ഒന്നും ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലെ അത്ര സ്പോർട്ടി ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നില്ല. അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്രക്കൊരു അങ്ങനെ ഒരു സ്പോർട്ടിനെസ് ഈ വണ്ടിക്കില്ല. എന്നാലും നല്ലൊരു ഡൈനാമിക്കലി നല്ലൊരു വണ്ടിയാണിത്. പിന്നെ ഈ വണ്ടിക്ക് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത് സിറ്റി മോഡിലാണ്. 3 ഡ്രൈവിംഗ് മോഡ്സ് ആണ് വണ്ടിയിൽ വരുന്നത്. ഇക്കോ, സിറ്റി, സ്പോർട്ട്. ഇത്രയും നേരം നമ്മൾ ഡ്രൈവ് ചെയ്തത് സിറ്റി മോഡിലാണ്. ഇതിന്റെ സിറ്റി മോഡിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇതിന്റെ ഡയലിൽ കാണാവുന്നതാണ്. ഇനി നമ്മൾ മോഡ് മാറ്റുകയാണെങ്കിൽ ഇക്കോയിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു നോയ്സ്, നമ്മളൊരു ബീപ്പ് കിട്ടും. ആ ബീപ്പ് എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോ മോഡ് മാറ്റുമ്പോഴും നമുക്ക് ആ ബീപ്പ് കേൾക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേഷനും വരും. MIDയിൽ ഇൻഡിക്കേഷൻ മാറി വരുന്നുണ്ട്. പിന്നെ ഇക്കോയിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പവറിൽ ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട്. ചെറുതായിട്ടെന്നല്ല, ടോട്ടൽ റെസ്പോൺസിൽ കുറച്ച് അധികം തന്നെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളെ എക്കണോമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പേരും ഇക്കോ മോഡ് എന്നുള്ള പേര്. ഇക്കണോമി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മോഡായതുകൊണ്ടാണ് ഇക്കോ മോഡ് എന്ന് പേരിട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് വണ്ടി ഒന്നുകൂടി നല്ലതായിട്ട് തോന്നുന്നത് സിറ്റി മോഡിലിട്ട് ഡ്രൈവ് ചെയ്യാനാണ്. അത്യാവശ്യം മൈലേജും അത്യാവശ്യത്തിന് പവറും കിട്ടുന്നുണ്ട്. സ്പോർട്ട് മോഡ് അത് ഒരു വ്യത്യാസം തന്നെയാണ്. നല്ല വ്യത്യാസമുണ്ട് വണ്ടിയിൽ. ഇപ്പൊ നമ്മൾ കാല് കൊടുക്കുമ്പോൾ നല്ലൊരു പവർ അങ്ങനെ സെർച്ച് ചെയ്ത് പോകും. നന്നായിട്ട് തന്നെ കയറി പോകുന്നത്.
നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തോന്നും. സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിരി വരും, മുഖത്തൊരു പുഞ്ചിരി വരുന്ന ടൈപ്പ് ഒരു ഇതാണ്. ഒരു എന്തൂസിയാസ്റ്റിന് പറ്റിയ ഒരു മോഡാണിത് സ്പോർട്ട് മോഡ്. പക്ഷേ മൈലേജിലും കുറച്ച് വ്യത്യാസം വരും. വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 bhp ആണ് വണ്ടി ഉള്ളത്. ആ 120 bhp ഫുള്ള് കിട്ടണമെങ്കിൽ സ്പോർട്ട് മോഡിൽ ഇടണം. നമ്മൾ ഓരോ മോഡ് മാറ്റുന്നതനുസരിച്ച് എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ വ്യത്യാസം വരും, എഞ്ചിൻ്റെ ഫ്യൂലിങ്ങിലൊക്കെ വ്യത്യാസം വന്നിട്ട് അങ്ങനെ വണ്ടിയിൽ വ്യത്യാസം വരുന്നത്. ആ ഒരു രീതിയിലാണ് എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ്, ആ ഫ്യൂലിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇവർ ഈ പവർ വ്യത്യാസം വരുത്തുന്നത്. പവർ, മൈലേജ് അതൊക്കെ അതിനനുസരിച്ച് മാറുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് സീറ്റ് കംഫർട്ട്, നമ്മൾ ഈ വണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിയിലല്ല അധികം ആൾക്കാർ ഉപയോഗിക്കുക, ഒരു ഫാമിലി വണ്ടി എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിന്റെ ബാക്ക് സീറ്റ് അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഏത് ഫാമിലി വണ്ടിൻ്റെതും ബാക്ക് സീറ്റ് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. ബാക്ക് സീറ്റിലെ ഡ്രൈവിനെ കുറിച്ച് നമ്മുടെ എമിൽ പറയുന്നത്. ബാക്ക് സീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ബാക്ക് സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഹാൻഡ് റെസ്റ്റ് നല്ല സപ്പോർട്ടാണ്. സെൻറ്ററിലെ ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കാരണം ഫുൾ ഓപ്ഷൻ വേരിയന്റിന് മാത്രമേ ഹാൻഡ് റെസ്റ്റ് ഉള്ളൂ. അതുപോലെ ഈ സീറ്റ്സ് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണുള്ളത്. അപ്പോൾ ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ ലോങ് റൈഡ്സ് പോകുമ്പോൾ ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ലാത്തൊരു ഇഷ്യൂ ആയി തോന്നി, ഒരു പോരായ്മയായി തോന്നി. പക്ഷേ ഫുൾ ഓപ്ഷൻ വേരിയന്റുകൾക്ക് ഉണ്ട്, പക്ഷേ എക്സം വേരിയന്റുകൾക്കും പ്രൊവൈഡ് ചെയ്യായിരുന്നു, അതായത് കുറച്ചുകൂടി നല്ലത്. വളവുകളൊക്കെ എടുക്കുമ്പോൾ ഒലച്ചിൽ അത്ര കുറവാണ്. ഈ സെഗ്മെന്റിലുള്ള മറ്റ് കോമ്പാക്ട് എസ്യുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ബോഡി റോൾ കണ്ടന്റ് ആണ്, അങ്ങനെ വലിയ ബോഡി റോൾ ഇല്ല. കുലുക്കങ്ങളൊന്നും അത്ര അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബമ്പി ആയിട്ടുള്ള അത്യാവശ്യം കുലുക്കമുള്ള റൂട്ടിൽ കൂടെയാണ് പോകുന്നത്, പക്ഷെ കുലുക്കങ്ങളൊന്നും നമ്മളങ്ങനെ അറിയുന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതൊരു നല്ലൊരു കാര്യമായിട്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ടും കംഫർട്ടിന്റെ കാര്യത്തിൽ ടാറ്റ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ വണ്ടി സ്പോർട്ട് മോഡിൽ ഇട്ടിട്ട് ശരിക്കും ഇത് എങ്ങനെ പോകുന്നുള്ളതൊന്ന് നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ലോണം വലിച്ചു കയറുന്നുണ്ട്, പക്ഷെ RPM കൂടെ നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. എഞ്ചിന്റെ ആ ഒരു നോയ്സ് അറിയാൻ പറ്റുന്നുണ്ട്. വണ്ടി നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്ട് മോഡിൽ നല്ല റെസ്പോൺസ് ആണ് വണ്ടിക്കുള്ളത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, എഞ്ചിൻ നന്നായിട്ട് തന്നെ ആക്സിലറേഷൻ അനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്, മുമ്പിലോട്ടേക്ക് വലിച്ചു കയറി പോകുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. നെക്സോണിന്റെ മറ്റൊരു പ്രത്യേകത ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ്. ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് വേരിയന്റ് വരെ ഈ ഒരു ഫീച്ചർ ടാറ്റ എല്ലാ നെക്സോണിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കുന്നിന്റെ മുകളിലാണ് നിർത്തിയിട്ടുള്ളത്. കുന്നിന്റെ മുകളിൽ നിർത്തിയ ശേഷം നമുക്ക് കുറച്ച് ടൈം 1-2 സെക്കൻഡ് ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി മുമ്പോട്ട് പോകില്ല. അതായത് ഇപ്പോൾ കാലെടുത്തിട്ടാണുള്ളത്, ഇത്രയും ടൈം ഇപ്പോൾ ഒരു 2-3 സെക്കൻഡോളം നമുക്ക് ടൈം കിട്ടി. അതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കയറി പോകുന്നതാണ്. ഇനി മൈലേജിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ 12 to 15 km/ലിറ്റർ ആണ് ഞങ്ങൾക്ക് ഈ റോഡുകളിലൂടെ നെക്സോൺ ലഭിച്ച മൈലേജ്. നല്ല റോഡുകളിൽ ഇതിലും കുറച്ചുകൂടി മൈലേജ് ലഭിച്ചേക്കാം. ഇന്ന് കേരളത്തിൽ 9 ലക്ഷം രൂപയാണ് ടാറ്റയുടെ ഈ എക്സം പെട്രോൾ വേരിയൻറ്റിൻ്റെ വില. സേഫ്റ്റിയും കംഫർട്ടുമാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ, അല്പം ഫീച്ചേഴ്സ് മിസ് ചെയ്താലും കുഴപ്പമില്ല എന്നാണെങ്കിൽ, പ്രീമിയം ഹാച്ച് ബാക്കുകളെക്കാളും 9 ലക്ഷം രൂപയിൽ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത് ടാറ്റയുടെ നെക്സോൺ എക്സം പെട്രോൾ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്.